ഹേമ കമ്മിറ്റിയിൽ കമ്മിറ്റി മെമ്പറായിരുന്ന ശാരദയുടെ ചില തുറന്നു പറച്ചിലുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഹേമ കമ്മിറ്റിയിൽ ജസ്റ്റിസ് ഹേമയുണ്ട്, KB വത്സലകുമാരിയുണ്ട്, ശാരദയുണ്ട്. ഈ 3 പേരും അഭിപ്രായം പറയുന്നത് ശരിയല്ല, മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ശാരദ മനസ്സ് തുറന്ന് ചില അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. അതൊരിക്കലും നല്ലതല്ല. അതിൻ്റെ കണ്ടൻസ് അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡേഷൻസൊക്കെ 3 പേരും എടുത്തൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിലെ കാര്യങ്ങൾ ഇപ്പം വെളിപ്പെടുത്തുന്നത് നല്ലതല്ല. അവർ പറഞ്ഞു, മലയാള സിനിമയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ നടികളെ പീഡിപ്പിക്കുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടിരിക്കുന്നത് അത് പണ്ടും അതുപോലെ ഉണ്ടായിരുന്നുവെന്ന്. അന്ന് അഭിമാനം ഓർത്ത് ഭയം ഓർത്ത് അന്നത്തെ നടിമാരൊന്നും ഇത് പുറത്തു പറഞ്ഞെന്നില്ല. അത് മലയാള സിനിമയിൽ സർവ്വസാധാരണമാണ് എന്നവരാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സംഭവം ഇതിനകത്ത് നടന്നു എന്ന് അവർ ഉറപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് പല നടന്മാർക്കെതിരായിട്ട് കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഹൈക്കോടതിയുടെ നിഗമനം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവുകൾ വന്ന ശേഷവും ഈ 3 അംഗങ്ങളും അവർ കണ്ടെത്തിയ വസ്തുക്കളെല്ലാം റിപ്പോർട്ട് സഹിതം ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അതിലപ്പുറം അതേപ്പറ്റി അവർ മിണ്ടാതിരിക്കുന്നതാണ് ഉചിതം. ശാരദയുടെ ഈ വെളിപ്പെടുത്തലും ഇതേപ്പറ്റിയുള്ള കമൻറ്റും പറഞ്ഞത് ഉചിതമായിരുന്നില്ല. അത് ഒരു കമ്മിറ്റിയിലെ മെമ്പർ എന്ന നിലയ്ക്ക് മിണ്ടാതിരിക്കുന്നതായിരുന്നു നല്ലത്. KB വത്സലകുമാരി ജസ്റ്റിസ് ഹേമയും ശബ്ദിച്ചില്ല. അതുകൊണ്ട് ശാരദ കുറച്ചുകൂടെ സൂക്ഷിക്കണം ഇതിനകത്ത്. കമ്മിറ്റി അംഗങ്ങളുടെ പേരിലും കേസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ജസ്റ്റിസ് ഹേമയുടെയും കമ്മിറ്റി അംഗങ്ങളുടെ മുമ്പിൽ ഒരു മൈനറിനെ റേപ്പ് ചെയ്ത കാര്യമോ റേപ്പോ വെളിപ്പെടുത്തിയാൽ അത് ഗവൺമെൻറ്റിൽ റിപ്പോർട്ടായിട്ട് പൊതിഞ്ഞു കൊടുക്കുന്നതല്ല ആവശ്യം. അതുകൂടാതെ പ്രാഥമിക ഒരു ഉത്തരവാദിത്വം അവർക്ക് 3 പേർക്കുണ്ട്. അത് അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കേണ്ട ഒരു ബാധ്യത അവർക്കുണ്ടായിരുന്നു. അത് ചെയ്തിട്ടില്ല. അക്കാര്യത്തെപ്പറ്റി ഫെഫ്കയുടെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ അകത്തെ കണ്ടൻസിനെ പറ്റിയോ റെക്കമെൻഡേഷനെ പറ്റിയോ ജസ്റ്റിസ് ഹേമയോ അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളോ ശബ്ദിക്കാതിരിക്കുന്നതാണ് ഉചിതം, നല്ലത്. കാരണം അവരെയൊക്കെ കോടതി കയറി ഇറങ്ങുന്നത് ശരിയല്ല. അതിലേക്ക് പോകരുത്. അതിലേക്ക് വഴിവെക്കുന്ന ഒരു കാര്യങ്ങളും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും മമ്മൂട്ടി അവസാനം വാ തുറന്നു. മമ്മൂട്ടി പറഞ്ഞ ന്യായീകരണം, ഇത്രയും ദിവസം മിണ്ടാതിരുന്നതിൻ്റെ കാരണം അത് അമ്മയുടെ ഭാരവാഹികളും ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ നേതാക്കന്മാരും അവർ അഭിപ്രായം പറഞ്ഞ ശേഷം മാത്രമേ വെറും ഒരു മെമ്പറായ താൻ അഭിപ്രായം പറയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചതെന്ന് പറഞ്ഞു ഒഴിഞ്ഞു. വേറൊരു മഹാൻ നമ്മൾ കണ്ടല്ലോ, ഒരു നടൻ, മഹാനടൻ വളരെ തന്മയത്വമായി ഈ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. ഇവരെല്ലാം അംഗങ്ങളായിരുന്ന സമയത്താണല്ലോ 2018 ഒരു നടിക്ക് പീഡനമേറ്റ കാര്യം അവിടെ പറഞ്ഞത്. അതേപ്പറ്റി ഒരു നടപടി ഉണ്ടായില്ല. ഭാരവാഹികളും മമ്മൂട്ടിയും മോഹൻലാലും മെമ്പർമാരും ഉൾപ്പെടെയുള്ളവർ തലകുനിച്ചിരുന്നു. ഒരു നടപടി എടുത്തിട്ടേ ഇല്ല. അതാണ് അമ്മയുടെ ഉത്തരവാദിത്വം. അമ്മ പിരിച്ചുവിടേണ്ട ഒരു സംഘടനയാണ്. 75 ലക്ഷം രൂപയുടെ ബാധ്യതയേ ഉള്ളൂ അതിന്. കാരണം അവർക്കൊക്കെ കൈനീട്ടം എന്ന് പറഞ്ഞാൽ 5000 രൂപ അവശകലാകാരന്മാർക്ക് കൊടുക്കുന്ന സർക്കാർ ഏറ്റെടുക്കണം. 75 ലക്ഷത്തിന് 1 കോടി രൂപ സർക്കാരിന് കൊടുക്കാൻ പറ്റും. അത് സിനിമാ തിയേറ്ററിൽ നിന്നുള്ള സെസ് പിടിക്കുന്ന ടാക്സ് പിടിക്കുന്നതിനൊക്കെ ചെറിയൊരു ശതമാനം കൊടുത്താൽ മതി. അത് വലിയൊരു ബാധ്യതയല്ല സർക്കാരിന്. അത് തുടരണം. അമ്മ പിരിച്ചുവിട്ടാലും ശരി, അത് പുതിയ ഭാരവാഹി വന്നാലും ശരി, അങ്ങനെ ഒരു ബാധ്യത കൊണ്ടാണ് തങ്ങളെ പലരും അവിടെ അമ്മയുടെ അംഗത്വം ഉപേക്ഷിക്കാതെ നിൽക്കുന്നത്. അമ്മയെന്ന് വേർപെട്ടു പോകാൻ കഴിയില്ല. അവിടെ നടക്കുന്ന എന്ത് കാര്യം, മോശമായ കാര്യം നടന്നാലും അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. പക്ഷേ അങ്ങനെയുള്ള ഈ സംഘടനാ പ്രതിനിധികൾ അല്ലേ അതിനകത്ത് അംഗങ്ങൾ, സർക്കാർ ഇതിന് മുൻകൈ എടുത്ത്
ഒരു അസോസിയേഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അമ്മയും WCC ലയിപ്പിക്കുക. പൊതുവായ മലയാളം ഫിലിം വേൾഡിലുള്ളവർക്ക് നടന്മാർക്കും നടിമാർക്കും ഒരൊറ്റ സംഘടന മതി. ഇത് രണ്ടും മെർജ് ചെയ്ത് അവർ അതിൻ്റെ ഭാരവാഹികളെ സ്ത്രീകളായ നടികളെയും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ പോസ്റ്റ് ചെയ്ത് മിക്സഡ് ആയിട്ടുള്ള ഒരു ഭരണസമിതി വരട്ടെ. കേരളത്തിലെ ജനങ്ങളത് സ്വാഗതം ചെയ്യും. മലയാള സിനിമയ്ക്ക് ഒരു കോട്ടം തട്ടാതെ സിനിമാ രംഗം സജീവമാകും. സിനിമ വീണ്ടും പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകട്ടെ. കാരണം മലയാളികളുടെ എല്ലാ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സിനിമ. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പലരും പല കേസിലും പ്രതിയായി, ചിലപ്പോൾ റിമാൻഡ് ചെയ്തും ചിലപ്പോൾ ശിക്ഷിച്ചുമൊക്കെ അകത്ത് പോകും. അങ്ങനെയുള്ളവർ പോട്ടെ, അടുത്ത തലമുറ വന്നു കഴിഞ്ഞു. അടുത്ത തലമുറയിൽ കഴിവുള്ള ധാരാളം നടന്മാരുണ്ട്. അവർ മലയാള സിനിമയെ മുന്നോട്ട് നയിക്കട്ടെ.